ഹായ് ഫ്രണ്ട്സ്, ഷിനൂസ് വേൾഡിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു വെറൈറ്റി ബീഫ് ഫ്രൈ ആണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. ഒരു രക്ഷയില്ല മക്കളെ, അടിപൊളി വിഭവമാണ്. പാത്രം കാലിയാവണ വഴി ഉണ്ടാവില്ല. അപ്പോൾ നമുക്കതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് നോക്കാം. അതിന് വേണ്ടി ഞാൻ 1/2 കിലോ ബീഫ് ഇങ്ങനെ വീതിയിൽ മുറിച്ച് വെച്ചതുണ്ട്. അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 സ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 1/2 സ്പൂണ് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് നന്നായി മിക്സ് ചെയ്യാം. നന്നായി മിക്സ് ചെയ്ത് 1 മണിക്കൂറിൽ അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. നമുക്ക് കുക്കറിലിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിക്കാം. എന്നാൽ നമുക്കത് ഒരു 5 വിസിലിട്ടിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ കുക്കർ തുറക്കാൻ വേണ്ടി പോവുകയാണ്. തുറക്കാം. ബീഫൊക്കെ നന്നായി വെന്തിട്ട് നമുക്കത് മുറിച്ച് മാറ്റാം. നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതൊക്കെ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കും. മുറിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഇതൊക്കെ നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട്, മുറിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിന് ആവശ്യമായിട്ട് 1 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. 3 സ്പൂണ് കോൺഫ്ലവർ, 1 സ്പൂണ് ഗരം മസാല, 2 സ്പൂണ് ചില്ലി ഫ്ലെക്സ്, 1 സ്പൂണ് മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്. നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിൽ ബീഫിൻ്റെ സ്റ്റോക്ക് ഒഴിക്കുന്നുണ്ട്. ഇട്ട് നന്നായി ഇളക്കി കൊടുക്കാം. നമുക്ക് ബീഫിൻ്റെ വേവിച്ചത് ഇട്ട് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്യാം. നമുക്ക് എന്നിട്ട് ഫ്രിഡ്ജിൽ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇതിൽ പുളിപ്പിന് ആവശ്യമായിട്ട് വിനീഗർ ഒഴിച്ച് കൊടുക്കാം. അതുപോലെ നന്നായി മിക്സ് ചെയ്ത് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. അതിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലിട്ടിട്ട് നമുക്ക് ഫ്രൈ ചെയ്യാം. വെന്തുകൊണ്ടിരിക്കുന്നത് മുരിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. കണ്ടില്ലേ? നമുക്കിതൊക്കെ കോരിയെടുക്കാം. കണ്ടില്ലേ, ഞാൻ എല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. എന്തുമാത്രം സോഫ്റ്റാണെന്നറിയാം. ക്ലിയറല്ല. അങ്ങനെ അപ്പം നമ്മുടെ ബീഫ് ഫ്രൈ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാണ്. നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇത് ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഒന്ന് സപ്പോർട്ട് ചെയ്യണേ പ്ലീസ്. ഇനി അടുത്ത വീഡിയോയിൽ കാണും വരെ ബൈ ബൈ.